ആളെ ചിറ്റിക്കണ പോലത്തെ ഒരു മഴ. സ്പോട്ട് ലൈറ്റ് ആണ് ഇതിപ്പോ. ക്യാമറ പോയിന്റ് ലിസ്റ്റ് ഒരു ചിരിയാണ് അവളുടെ മെയിൻ. ആഫ്രിക്കൻ മല്ലിയാണ് കേട്ടോ. കടൽ തീരത്തൊക്കെ വെക്കണ വലിയ കൊടയില്ലേ, ചക്കക്കാലായി കഴിഞ്ഞാൽ സഞ്ചിയും കൊണ്ടേ വരൂ. ജില്ലയിലെ ജില്ലയിലെ അയ്യോ സിനിമ തിയേറ്ററിലൊക്കെ ആ പാട്ടിനെ എപ്പോ പോയി ഞങ്ങൾ ഡാൻസ് പഠിക്കാൻ പോട്ടാ. ഇവർക്ക് ജഗുവിന് സരിതിക്ക് ചിരിക്കാനല്ലോ ഞാൻ ചെയ്യണ്ടിട്ട്. ഇത് കല്യാണങ്ങൾക്ക് വിൽക്കാം. ഞങ്ങള് ഒരു കിടിലൊരു പാചകം ചെയ്യാന്ന് വിചാരിച്ച് വന്നതായിരുന്നു. സൂപ്പർ ചിക്കൻ കറി. അപ്പോ എല്ലാം സെറ്റാക്കി ഞങ്ങൾ ഇറങ്ങണോടുകൂടി മഴ. അന്നാ മഴ പെയ്യുണ്ടോന്ന് ചോദിച്ചാ പെയ്യുണ്ട്, അല്ലേന്ന് ചോദിച്ചില്ലേ. അതുപോലത്തെ ഒരു മഴ, ആളെ ചിറ്റിക്കണ പോലത്തെ ഒരു മഴ. അപ്പൊ നമ്മുടെ ഈ കൂടാരത്തില് അയ്യോ ഇതിനൊരു പേര് ഇന്നലെ മിനിഞ്ഞാന്നത്തെ ഞങ്ങളുടെ വീഡിയോ മറ്റേ അലുവി ഉണ്ടാക്കുന്ന വീഡിയോ എല്ലാമാണ് അത് കൊണ്ട് ഓടുന്നുണ്ട്. അപ്പോൾ കമന്റ് ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ആ കൂടാരത്തിൻ്റെ ഉള്ളിൽ വീഡിയോ ചെയ്തുകൂടെ, അപ്പോൾ ഈ മഴ വന്നാലും പേടിക്കണ്ടല്ലോ. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ വെളിച്ചില്ല. നമുക്ക് വെളിച്ചുണ്ട്, വീഡിയോ എടുക്കുമ്പോൾ നല്ല വെളിച്ചം ഉണ്ടാവണ്ട, അതില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മുടെ നിക്സൺ വന്നിരിക്കുകയാണ്. നമുക്ക് ആവശ്യമുള്ള വെളിച്ചം തരാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ശബ്ദവും വെളിച്ചവും. ശബ്ദം ഞങ്ങള്, വെളിച്ചം നിക്സൺ. ഇല്ല, വെളിച്ചവും കാറ്റും ഒരു ഫാനും വെക്കുന്നുണ്ട്. അത് പാചകം ഇല്ലാത്തപ്പോ ഞങ്ങൾക്ക് വെറുതെ ഇരിക്കുമ്പോ കാറ്റ് കൊള്ളാൻ നമ്മളിപ്പോ സാധാരണ അവിടെ നിന്ന് വയറ് വലിച്ച് ടേബിൾ ഫാൻ കൊണ്ട് കുത്താറാണ് പതിവ്. നല്ല വെയിലുള്ളപ്പോഴാണ് ഉഷ്ണം, അല്ലെങ്കിൽ കുഴപ്പമില്ല, ഇരിക്കാൻ രസാ. അപ്പൊ നിക്സന് വിളിച്ചിട്ട് തുടങ്ങിയിട്ട് കുറച്ച് ദിവസം ഉണ്ടായിരുന്നു. അപ്പൊ നിക്സന് ഒരു ആക്സിഡന്റ് പറ്റി, റെസ്റ്റിലായിരുന്നു. അപ്പൊ ഒരു പ്രത്യേക ലൈറ്റാണ് ഇവിടെ പിടിപ്പിക്കാൻ പോണത് നിക്സൺ പറയുന്നത്. കണ്ടാ, സ്പോട്ട് ലൈറ്റ് ആണ് ഇതിപ്പോ. ക്യാമറ പോയിന്റ് ലിസ്റ്റ് ഇതാണോ വെക്കണേ? അയ്യോ, ഇത് വെച്ച് എന്താവും? ഇത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിയുള്ളൂ ഇതിന്റെ വെളിച്ചം എങ്ങനെയാന്ന്. സ്പോട്ട് ഒരൊറ്റ പോയിന്റിലേക്ക് വരുമോ? നമുക്കൊരു പോയിന്റിലേക്ക് അല്ലേ വേണ്ടേ? അത് ഈ മറ്റേ ജ്വല്ലറി അങ്ങനത്തെ ഷോപ്പുകൾക്കൊക്കെയാണ് സ്പോട്ട് വേണ്ടി വരാം. നമുക്ക് അത് വേണ്ട, നമുക്ക് ഇത്തിരി പരന്ന് കിട്ടണം. നാളെ ഒരു സൈഡ് വയ്ക്കും. അല്ല, രണ്ടെണ്ണം. അതിലെന്തോരം വെളിച്ചം വരുന്നുണ്ട് നോക്കാം. ഇതിപ്പോ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഉദ്ഘാടനം ഇവിടെ ചെയ്യായിരുന്നു. ഇന്നിപ്പോ മഴ കാരണം, പക്ഷെ കഴിഞ്ഞിട്ടില്ലേ. പണി കഴിയുമ്പോ കുറച്ച് സമയാവില്ലേ? മഴ പോയി തുടങ്ങി. നമുക്ക് മഴ പോയിട്ടില്ല മോനെ, ചെറുതായിട്ടുണ്ട്. ഈ മഴ പോവാളതല്ല, ഇതൊരുമാതിരി അമ്മായിമപ്പോര് കാണിക്ക. ഈ മഴ മഴയുണ്ട്. അപ്പൊ ഇത് ചെയ്യണ്ടേ? സിറ്റ് ഔട്ടിൽ ചെയ്താലോ? പിന്നെ 5 മിനിറ്റ് ക്ഷമിക്കും. സമയം 12 ഉച്ചയ്ക്ക് ചോറിനുള്ള 1:30 ചോറിനുള്ള പരിപാടിയാണ്. അപ്പൊ നമ്മള് ചിക്കൻ കറി വെക്കുന്നത് ജയശ്രീ കോഴിക്കോടുള്ള ജയശ്രീ എന്ന് പറഞ്ഞിട്ടുള്ള ജയശ്രീ മനോജ് എന്ന് പറഞ്ഞിട്ടുള്ള ചേച്ചി. കുറെ നാളായി തോന്നുന്നുണ്ട് ആ ചേച്ചി പറഞ്ഞിട്ട്. ഇപ്പൊ ചേച്ചിയെ പിണങ്ങി തുടങ്ങി. ഞാൻ എല്ലാ ദിവസവും കാലത്ത് നിങ്ങളുടെ വീഡിയോ വരുമ്പോൾ നോക്കും, ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള ചിക്കൻ കറിയാണോ എന്ന്. അത് കാണാനില്ലല്ലോ എന്നിട്ട് ചേട്ടനാണെങ്കിൽ പറഞ്ഞു, ആ ചേച്ചിയോട് അന്ന് അന്ന് പറഞ്ഞു, റെസിപ്പി പറഞ്ഞു തന്നപ്പോ പറഞ്ഞു നാളെ തന്നെ ഇത് വെക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ പറയണ്ടായിരുന്നു ആ ചേച്ചിയോട്. ഞങ്ങള് സമയം പോലെ നോക്കിട്ട് വെക്കാന്ന്. അല്ല, നാളെ തന്നെ വെക്കാന്നിട്ട് വെക്കാണ്ടിരിക്കണേനേക്കാളും നല്ലത് നമ്മളുള്ള കാര്യം പറയല്ല നല്ലത്. ചേച്ചി നമ്മള് വെക്കാട്ടാ. അതല്ല, കോഴിക്കോടുള്ള ചേച്ചി പറഞ്ഞാന്ന് വിചാരിച്ചിട്ട് ഇത് കോഴിക്കോടൻ ചിക്കൻ കറി അല്ല. ആ ചേച്ചിയുടെ ചേച്ചി ബാംഗ്ലൂരുണ്ട്. അപ്പൊ ബാംഗ്ലൂരിൽ നിന്നുള്ള ആ ചേച്ചി പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്. അപ്പൊ ഇത് ബാംഗ്ലൂരിത്തെ ആയിരിക്കാം. വെറൈറ്റി ഒക്കെ ഉണ്ട്. അപ്പൊ ഇത് ചെയ്ത് വരുമ്പോ ടേസ്റ്റ് ഉണ്ടാവും തോന്നുന്നു. ആളെ കൊണ്ട് വന്ന് വെപ്പിക്കണം വിചാരിച്ച, പക്ഷെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്ക് നടക്കാനായിട്ട് വയ്യാണ്ടൊക്കെ ഇരിക്കുക. ഇത് ചോറിനും അങ്ങനെ എല്ലാത്തിനും പറ്റണ ഒരു ഫ്രൈ ആയിട്ട് ഇരിക്കണ പോലത്തെ അല്ല, ഇത്തിരി ചാറോട് കൂടിയിട്ടുള്ള ഒരു ടൈപ്പ്. നമുക്ക് തുടങ്ങാം, കുഴപ്പമില്ല. അവിടെ മഴ ഉണ്ടാവില്ല, മരങ്ങളുടെ അടിയിലല്ലേ നമ്മൾ ചെയ്യുന്നത്. വാ, എന്നാ ശരി. വാ,
നമുക്ക് തുടങ്ങാം. നിങ്ങൾക്ക് കൂട്ടാൻ തരും. അപ്പോൾ അറിയാലോ, ബാംഗ്ലൂര് കോഴിക്കോട് കറി, കോഴിക്കോട് കറി, ബാംഗ്ലൂരിൽ നിന്നും കോഴിക്കോട് വഴി തൃശ്ശൂർക്ക് എത്തി. ഇനി തൃശ്ശൂരിൽ നിന്നും ലോകം മുഴുവൻ വ്യാപിക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ അടുപ്പ് വേഗം സെറ്റാക്കിയിട്ടുണ്ട്. സരിത സാധനങ്ങൾ എടുത്ത വേഗം. മഴ വരുമ്പോഴേക്കും മഴ ഇങ്ങനെ ഗംഭീരാകുമ്പോഴേക്കും നമുക്ക് ഇത് പരമാവധി കഴിക്കണം. ഇനി അഥവാ മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതെടുത്തിട്ട് ഇറയത്തേക്ക് ഓടും. ഞാൻ ഗ്യാസ് ഫിറ്റിയിട്ട് ഇതിൻ്റെ ഒക്കെ കൊണ്ടെന്ന് വെച്ചായിരുന്നു. അതായത് നമ്മുടെ സുജിത വന്നിട്ടുണ്ട്. സുജിതയ്ക്കാണെങ്കിൽ ചിരിച്ചിട്ട് പോകത്തില്ല. നമ്മൾ പാചകത്തിനൊക്കെ ഇങ്ങോട്ട് എടുത്ത് വെച്ചായിരുന്നു. പിന്നെ മഴ വന്നപ്പോൾ ഒന്ന് ഓടി. അതെ, സുജിതയ്ക്ക് പിന്നെ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട ചിരിക്കാൻ. ആളവിടെ നിന്ന് ചിരിച്ചുകൊണ്ടേയിരിക്കും. ഒരു ചിരിയാണ് അവളുടെ മെയിൻ. അപ്പോൾ നമുക്ക് തുടങ്ങാൻ പോവാണ്. നമ്മൾ ആദ്യം തന്നെ അടുപ്പ് കത്തിക്കണം. നമ്മുടെ ഹോക്കിൻസിന്റെ ട്രൈപ്ലൈ പാത്രം എടുത്തു നമ്മൾ. കാറ്റുള്ള കാരണേ അവിടുന്ന് കാറ്റ് വരും. സാർ അവിടെ നിന്നായിരിക്കും വടക്കുന്നു. ഇങ്ങനെ കേട്ടാ വടക്കുന്നു പടിഞ്ഞാറുന്നാണ് കാറ്റ് വരാൻ. വെച്ചോ, ഗ്യാസ് കയ്യാറില്ല. ഇത് ഒന്ന് പതുക്കെ കുറക്കി കിട്ടും. ഇല്ല, പതുക്കെ കുറച്ചിട്ട് എല്ലാം അവിടെ തീയാവോ. അപ്പോ ശരിയാ. എൻ്റെ മുഖത്ത് ബാവന്റെ ഒപ്പിയെടുത്തില്ലേ, അത് കത്തിക്കുമ്പോഴുള്ള എൻ്റെത്. എന്ത് ഭാവ വന്നത്? ആകാംക്ഷ എല്ലാം അടങ്ങിയിട്ടുള്ളതാണ്. മഴ തുടങ്ങി വീണ്ടും. അയ്യോ, നമുക്കൊരു മറ്റേ ഈ കടൽ തീരത്തൊക്കെ വെക്കണ വലിയ കൊടയില്ലേ, അങ്ങനത്തെ ഒരു സാധനം വാങ്ങിക്കരുത്. ഇങ്ങനെ മഴ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരെണ്ണം നിവർത്തി ഇങ്ങോട്ട് വെക്കാലോ അല്ലേ? നമുക്ക് കുട പറ്റില്ല. സിറ്റ് ഔട്ടിൽ ചെയ്യേണ്ടി വരും തോന്നണം. ഇത്ര സമയം നല്ല വെയിലും നല്ല കാലാവസ്ഥയായിരുന്നു. പെട്ടെന്നാണ് അന്തരീക്ഷം കലുഷിതമായത്. വൈകിപ്പോയി. നമുക്ക് ഇത്തിരി നേരത്തെ തുടങ്ങായിരുന്നു അല്ലേ? അയ്യോ, ഒരു ചക്കയും കൂടി വീണാ? അതെ, നേരത്തെ വീണ ചക്കിന് വീണതാ. അത് പഴുത്തിട്ടുണ്ട്. അതിന് വെട്ടി തിന്നാലോ. അതുവരെ ഇത് ചൂടാവണം. ഇത് ചൂടായി. ചേട്ടൻ വേണേ വെട്ടിക്കോ. സുജിതയ്ക്ക് ചക്ക പഴുത്തത് വേണാ തിന്നാൻ? അല്ല, കൊണ്ടുപോയി കൊത്തി നിൽക്കണ്ട്. എല്ലാം പഴുത്തു തുടങ്ങിയില്ലേ? ഇതില് പഴുക്കണത് സ്ലോവിലായിരുന്നു. ഇപ്പൊ എന്താ പറ്റിയാവോ? അപ്പൊ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചുട്ടാ. വെളിച്ചെണ്ണ ചൂടാവില്ലേ? അപ്പൊ ഞാൻ ചക്ക എടുക്കട്ടെ. നമ്മളെ ഈ ചക്കാട്ടാ, ഈ പ്ലാമിലത്തെ ചക്കളാണ് വീണുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് എടുത്തിട്ട് എന്തായാലും 2 ചോള വെട്ടി തിന്നാൻ. സരിതാ ചേട്ടാ, അതിലേക്ക് വെള്ളം വീണ്ടും തോന്നും. എനിക്ക് കുഴപ്പമുണ്ടാവില്ല. ഒരു സൈഡ് വെട്ടാം. ചെറിയൊരു കഷ്ണം വെട്ടിയാൽ മതി. ഈ ചക്ക ഭാരമായ ടേസ്റ്റ് ആണ് കേട്ടോ. അതന്നെ. പിന്നെ പ്രത്യേകിച്ച് അതും തന്നെ നിന്ന് പഴുത്താരണം കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ അതും വെച്ചൂടെ? അല്ല, ഞാനേ കയ്യുമ്പത്തിരി വെളിച്ചെണ്ണ. എന്തായാലും ചക്ക ചോള 2 തിന്നാന്നേ. അങ്ങനെ വെളിച്ചെണ്ണ ചൂടായിക്കൊണ്ടിരിക്കുന്നു. ഇനി നമ്മൾ കടുക് കണ്ട മഴ വെള്ളം വീണു. അത് ഇത്തിരി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോവും തന്നെ. പേടിക്കണ്ട. പക്ഷെ മഴ പെയ്യുണ്ട് ചേട്ടാ. ഇല്ലേ? കടുകിടുന്നു. ആദ്യമായിട്ടാണ് ചിക്കൻ ഞാൻ കടുകിട്ടിട്ട് വെക്കണേ. എന്ത് രസം അല്ലേ? സൂപ്പർ. കടുകിട്ട് പൊട്ടുമ്പോ ഒരു മീഡിയം സൈസ് സബോളയും ഒരു കുഞ്ഞ് സബോളയും ഉണ്ട് കേട്ടാ. പിന്നെ പച്ചമുളക് 3-4 കീറിയിടും. കുനുകുനുന്നനെ അരിഞ്ഞതാട്ടാ. സബോള അധികം വരുന്നത് ഇത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. മധുരം വരുന്നു. അതുകൊണ്ട് അല്ല, നന്നായി വഴറ്റിയാൽ മതി. അപ്പോൾ കുഴപ്പമില്ല. സുജിത ചക്ക വേണേ തരാട്ടെ. അങ്ങോട്ട് വാ. അവളെ ചിരി അവിടെ നിന്ന് കേട്ടു. അവളെ ചിരി അവിടെ നിന്ന് കേട്ടു. അയ്യോ, മഴ കൂടി ചേട്ടാ. അല്ല, നമുക്ക് അറിയത്തേക്ക് ഓടാം. ഓടണ്ട, നടന്നാ മതി. ഇപ്പോഴാണെങ്കിൽ നടക്കാം. ഇനി ഭയങ്കര മഴ വന്നു കഴിഞ്ഞാൽ ഓടേണ്ടി വരും. ഇതൊക്കെ എടുത്ത് അത് അപകടം. അങ്ങനെ ഓടണത് കയ്യിൽ തൊട്ട് വരട്ടെ. മുളഞ്ഞില്ല തോന്നൂല്ലേ? മുളഞ്ഞ അത്രക്കില്ല. നല്ല രസമല്ലേ? ബാക്കി ഇരിക്കണ പീസ് വേണേ കൊണ്ടൊക്കെ വീട്ടിലേക്ക്. അന്ന് കൊണ്ടുപോയി ഇത് വരട്ടിയാ ഇല്ലല്ല. അപ്പൊ ഇത് കൊണ്ടുപോയി വരട്ടിക്കോ. സുജിതന് സരിതയുടെ ഹെൽപ്പർ കേട്ടാ. അത് സുജിത കാരണം സരിത വണ്ണം വയ്ക്കുന്നതാണ് പറയുന്നത്. ഇന്നിപ്പോ നിക്സ വന്ന് എന്നെ കണ്ട വശം ചോദിച്ചത് അത് ആകെ ചീർത്തല്ലോ എന്ന്. കുറയ്ക്കാണ്ട് ശരിയായില്ല. എല്ലാവരും ചോദിച്ചു തുടങ്ങി. ശരീരം അങ്ങനെ വണ്ണം വെച്ച പോലെ എനിക്ക് തോന്നണില്ല. ഡ്രസ്സൊക്കെ
ഒന്നും ടൈറ്റ് ആയിട്ടില്ല, പക്ഷെ എൻ്റെ മുഖം ഇങ്ങനെ ഇതായി വരുന്നുണ്ട് ഇല്ല ചേട്ടാ? ഉവ്വ, ചേട്ടൻ പറയാണ്ട, ചേട്ടൻ എന്നോട് 60 കിലോ വരെ എത്താനാ പറഞ്ഞേക്കണേ. ഇപ്പം 52 ആയപ്പോൾ ഞാൻ ഇങ്ങനെ 60 കിലോ ഞാനായി. എന്താ സ്ഥിതി? നല്ല ടേസ്റ്റ് അല്ലേ? ഇതിൽ വെള്ളം കേറില്ല. ഈ പ്ലാവ് അങ്ങനത്തെ ഒരു ടൈപ്പാ. കഴിഞ്ഞ കൊല്ലല്ലേ ഓഗസ്റ്റ് മാസത്തിലൊക്കെയാണ് ഇതിലത്തെ ചക്കപ്പഴുത്തെ, ഈ പ്ലാവുമ്പലത്തെ, അത്രയും വൈകിട്ട്. പക്ഷെ ഓഗസ്റ്റ് മാസം വരെ നിന്ന് മഴ കൊണ്ടിട്ടും ഒരു തുണ്ട് പോലും വെള്ളം കയറി കുരുമുളക്കൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നല്ല ടേസ്റ്റ് ആയിരുന്നു. മുള വരില്ലേ പെട്ടെന്ന്? അതേ സമയം അവിടുത്തെ പ്ലാവിൻ്റെ വെള്ളം കയറും. ചക്കപ്പഴുത്തതിനോട് ഭയങ്കര കൊതിയുള്ളവർ ഞങ്ങളോട് സദയം ക്ഷമിക്കുക. നിങ്ങളെ കൊതിപ്പിക്കാൻ വേണ്ടി ഇപ്പം ഒരു ചക്ക പഴുത്ത് തന്നെ വീണതാ. നാളെ ലുലുവില് 500 കൊടുത്തിട്ട് വാങ്ങിക്കാൻ പോയിട്ട് അത് വിയറ്റ്നാം മെർലി. ചേട്ടൻ ഇതാക്കും, ഞാൻ അരക്കാനുള്ള സാധനങ്ങൾ അരച്ചു കൊണ്ടിട്ടപ്പോഴേക്കും ഇത്തിരി തീ കുറയ്ക്കാം. ഇതിവിടെ ആയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് സാധനങ്ങൾ അരയ്ക്കണം. കോഴി നമ്മൾ എടുത്തിട്ടുണ്ട് നോക്കിയാൽ, അത് ഞാൻ പറഞ്ഞില്ല. ഇത് കോഴി കഴുകി കഷ്ണങ്ങളാക്കിയിട്ട് ഇതൊരു 2,200 കോഴിയായിരുന്നു. അതിലെ എല്ലാ വേസ്റ്റുകളൊക്കെ കഴിക്കുമ്പോൾ ഒരു 1,800 1,700 ഒക്കെ ഉണ്ടാവും കോഴി. 1.5-1.25 കിലോ ഉണ്ടാവും വിചാരിക്കുന്നു. ഇതിലേക്ക് ഒരു മുറി നാളേരില്ല, വലിയ നാളേരാകുമ്പോൾ ഇത്രയ്ക്ക് നാളെ ഇത് എത്രയുണ്ട് കേട്ടാ. ഇത് പിന്നെ ഒരു കുടം വെളുത്തുള്ളി, പിന്നെ 2 കഷ്ണം ഇഞ്ചി, പിന്നെ ഈ പട്ട, 2-3 ഏലക്കായ, ഗ്രാമ്പു, കുറച്ച് പെരിഞ്ജീരകം, കുരുമുളക്, ഈ 2 തക്കാളി, പിന്നെ മല്ലിയില. ഇത്രയും സാധനങ്ങളെല്ലാം ചേർത്ത് ആഫ്രിക്കൻ മല്ലിയാണ് എന്താ പറയാൻ വരാത്ത ഇരിക്കുന്നത് ഞാൻ. നിങ്ങൾക്ക് സാധാരണ മല്ലി ഉപയോഗിക്കാം. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് അരയ്ക്കണം, അരച്ചു കൊണ്ടുവരണം. അപ്പം ഞാൻ അത് അരച്ചിട്ട് വരാം. എന്തായാലും പോണ വയ്ക്കുന്ന ഈ ഒരു ചക്കച്ചോളം ഒന്ന് പൊക്കാം. വരുമ്പോഴേക്കും ചിലപ്പോൾ ഉണ്ടായില്ലെങ്കിലോ അല്ലേ? ഇഷ്ടം പോലെ ഉണ്ട്. നോക്കാം, നിക്സന് ഇവർക്കും കൊടുക്കണം. അതിന് ചക്കേ അവര് പഴുത്ത ചക്കര ആളുകളല്ല അവര്. അയ്യോ, നിക്സന് കൊടുത്തയക്കണം. അല്ല, അവര് പഴുത്ത ചക്കര ആളുകളല്ല, അവർക്ക് കൂട്ടാൻ വയ്ക്കാനല്ല മെയിനായിട്ട്. പഴുത്ത ചക്ക ഭയങ്കര ഇഷ്ടം പിള്ളേർക്കൊക്കെ. നമ്മുടെ വീടിൻ്റെ റിനോവേഷൻ നടക്കുമ്പോൾ നമ്മളിവിടെ ഇല്ലല്ലോ, മിക്കവാറും ചക്കയൊക്കെയും നിക്സനൊക്കെ തന്നെ കൊണ്ടുപോയിക്കണം. നിക്സൺ, ആൽവിൻ, ജിജോ അവരൊക്കെ. നിക്സന് അവർക്ക് പിള്ളേർക്കൊക്കെ അവൻ്റെ മക്കൾക്കും ഒക്കെ ചക്ക ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇത്രയും സാധനങ്ങൾ ഞാൻ അരച്ചിട്ട് വരാം. ആർക്ക് ചക്ക ഇഷ്ടമില്ലാത്തത്? ഇഷ്ടമില്ലാത്തൊരു ദേ നിൽക്കണു. ചക്ക ഇഷ്ടമില്ലാത്ത ഇഷ്ടം പോലെ പേരുണ്ട്, അവന് ഇഷ്ടമില്ല. ഇനി വേണോ ചക്ക? പൂമ്പോ കൊണ്ട് പോക്കോ അത് അതിന്. പിന്നെ അല്ലെങ്കിൽ ആവരണം ഇട്ട് തരാം. ചെറുതായിട്ട് മഴ തുള്ളുണ്ട്, അപ്പം ഞാൻ കോടയും കൂടെ എടുത്തു. ഇനി എനിക്ക് തുള്ളി വീണ്ടാച്ചിട്ടുണ്ട് കേട്ടോ, വെള്ളത്തുള്ളിയിൽ. ഈ മരത്തിൻ്റെ ഇലകളിലൊക്കെ ഓരോ തുള്ളികൾ എന്നിട്ട് പിന്നെ ഒറ്റടിക്ക് വീഴില്ലേ, അങ്ങനെ ഇല്ലാണ്ടിരിക്കാൻ. വേണ്ട, നീ വന്നോ, ഇവിടെ നല്ല എന്താ ഒരു വെറൈറ്റി ഇത്. അങ്ങനെ ഇല്ല മഴ, ഈ ഇടയ്ക്കിടയ്ക്ക് ഓരോ തുള്ളികൾ വീണുള്ളൂ. കേട്ടോ, നല്ല രസമല്ല. നമുക്ക് നനയ്ക്കാനുള്ള സാധനങ്ങളൊന്നുമില്ല. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി അരച്ചോണന്നു കേട്ടാ, അരച്ചോണന്നു. തീയൊന്ന് കൂട്ടണം നീ. തീ കൂട്ടാൻ വരട്ടെ. മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി. മല്ലിപ്പൊടി വളരെ കുറവ് വേണ്ടോന്ന് പറഞ്ഞല്ലേ? കുറച്ച് മുളക് പൊടി. അവിടെ മുളക് പൊടി പകർത്തിയിട്ടില്ല അല്ലേ? ചെറിയ പാത്രത്തിലേക്ക് മുളക് പൊടി. നമ്മുടെ മുളക് പൊടിക്ക് നല്ല എരിവുണ്ട്. മതിയാ? ഇത്തിരി കൂടി ഉണ്ട് വരും. ഉരുളക്കിഴങ്ങ് കൂലിയല്ലേ? മുളക് പൊടി ഇട്ടു. ഉരുളക്കിഴങ്ങിട്ട് വെക്കുന്നതാണ് സാധനം കേട്ടാ. നീ ഇളക്കിക്കോ. തീ ഇത്തിരി കൂട്ടാല്ലേ നീ? കൂട്ടിക്കോ. നമ്മൾ പട്ട, ഗ്രാമ്പു സാധനങ്ങളൊക്കെ ഇതിൽ അരച്ചിട്ടുള്ളത് കൊണ്ട് ഗരം മസാലപ്പൊടി ഇപ്പോൾ ചേർക്കണില്ല. ചിലപ്പോൾ ഇത് മതിയാവും. ലാസ്റ്റ് മണം കുറവെങ്ങാനും തോന്നുകയാണെങ്കിൽ ലാസ്റ്റ് ഇറക്കാറാവില്ലേ, അപ്പോൾ നമുക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. എരിവൊക്കെ നോക്കി, ഇനി എരിവ് കുറവൊക്കെ തോന്നുകയാണെങ്കിൽ കുറച്ച് കുരുമുളക് കൂടി കപ്പിട്ട് കൊടുക്കും അല്ലേ? അരച്ചത് എങ്ങനെയുണ്ട് നോക്കിയേക്കാം. മണം നല്ല നമ്മുടെ മല്ലിയിലേക്ക് ചേർന്നിട്ട് അതിലേക്ക് ഇട്, അരപ്പിലേക്ക് ഇട്. ഈ അരച്ചത് ഈ മുളകൊക്കെ മൂത്തൂട്ടാ, അപ്പം നമ്മൾ ഇതിലേക്ക് ഇടുക. ഇത് എല്ലാവരും ചെയ്യുന്ന പോലെയല്ല, നമ്മൾ തൃശ്ശൂർക്കാർ ഇങ്ങനത്തെ കൂട്ടാൻ വയ്ക്കാറില്ലേ അല്ലേ? ഉരുളക്കിഴങ്ങിട്ട് വയ്ക്കും തൃശ്ശൂർക്കാർ. നമ്മുടെ ഞാൻ ഉരുളക്കിഴങ്ങിട്ട് കോഴി. ഏയ് നല്ല ടേസ്റ്റ് അത്. ഞാൻ എന്താ കണ്ടെന്നറിയോ, നമ്മുടെ മുരളിയേട്ടൻ്റെ അവിടെ വടകുറമ്പകാവ് അമ്പലം ഉണ്ടായിരുന്നില്ലേ,
അവരെ കോലടി ദേശത്തിൻ്റെ പൂരത്തിന് ഞങ്ങൾ പോയിപ്പോൾ മുരളേൻ്റെ അവിടെ കോഴിയും ഉരുളക്കിഴങ്ങായിരുന്നു ഫുഡിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു 4 കൊല്ലം 4-5 കൊല്ലം 5 കൊല്ലം മുമ്പാണ് കഴിച്ചിട്ടുള്ളതെന്ന് കോഴിയിൽ അല്ല ഉരുളക്കിഴങ്ങ്. അതിന് മുന്നേ വെക്കാൻ നോക്കുമ്പോ ചേട്ടന് ഇഷ്ടമില്ല. ഒന്നാമത്തേന് കഷ്ണങ്ങൾ ഒന്നും ഇടണത് ഇഷ്ടമില്ല അധികം അല്ലേ. മുളങ്ങീനെ കൈ വീണ്ടെന്നൊക്കെ മൂടിയുമ്പോൾ കോർത്ത് പിടിച്ചു. ഇതിപ്പോ നല്ലൊരു കൂട്ടായിട്ടാ. നല്ല ഇളക്കി വെളിച്ചെണ്ണ തെളിയണം വരെ ഇളക്കണം. മഴ വരെ തൂളല് അങ്ങനെ ഇല്ല, എന്നാലും ഞങ്ങളിത് വെക്കുകയാണ് കേട്ടാ. ഇടയ്ക്ക് ഒരു തൂളല് വേണ്ടാന്ന് വെച്ചിട്ട്. മഴയുടെ തൂളിലില്ല എന്നിട്ട് പറയണ ചേട്ടാ, നന്നായിട്ട് തൂളുണ്ട് മഴ. ഈ മരത്തിന്റെ അടിയിൽ നിൽക്കണ അറിയാത്തതാ, പക്ഷെ മരത്തുമെന്ന് അത്യാവശ്യം വലിയ തുള്ളികളാ. അവിടെയാണെങ്കിൽ സമാധാനമായിട്ട് ചെയ്തൂടെ? സമാധാനക്കേടായിട്ട് ചെയ്യണം. സമാധാനം ഇതിന് കഴുകി നമുക്ക് ചിക്കൻ വേവിക്കില്ല, അപ്പം അതിലൊഴിക്കാട്ടാ കഴുകിയ വെള്ളം. ഇതിലേക്ക് വേപ്പിൻ്റെ ഇല ഇടാം. വേപ്പിൻ്റെ ഇല അതിൻ്റെ ഒപ്പം അടിക്കണ്ടല്ലേ? വേണ്ട, മല്ലിയിലാണ് അതിൻ്റെ ഒപ്പം അടിക്കുക, അരച്ചെടുക്കുക. ഇതിൽ വേപ്പിൻ്റെ ഇല ഇതിലിട്ടാൽ മതി. ചക്ക പര ടേസ്റ്റ് അടച്ചരുത്. അല്ല നീ കഴിച്ചാലോ. തീ കുറയ്ക്കണം. തീ കുറയ്ക്കണേ? വെളിച്ചെണ്ണ കുറവില്ലല്ലോ. അത് കുറച്ച് കഴിഞ്ഞാലേ അറിയുള്ളൂ നമുക്ക്. ഇത് ആവശ്യമില്ല സാധനം നീ പേടിക്കണ്ടേ. ആവശ്യമില്ല സാധനങ്ങൾ ഇവിടുത്തെ മാറ്റിയാൽ പോരെ. ഇനിയിപ്പോൾ ഇവിടുന്ന് എടുത്തിട്ട് അങ്ങോട്ട് ചെയ്യണ്ട. നിനക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ എടുത്തിട്ട് വയ്ക്കുക. അതൊക്കെ ഞാൻ അടുത്ത് അവിടേക്ക് വയ്ക്കും. ഒരു 5 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് എനിക്ക്. അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ 2 ചുളത്ത് നിന്നു. ചക്ക പറഞ്ഞാൽ തന്നെ പഴുത്ത് വീണതാ. ഇനി മുകളിൽ കൊത്തിയതുണ്ട്. ആണല്ലേ അമ്പട. ചക്കക്കാലായി കഴിഞ്ഞാൽ സഞ്ചിയും കൊണ്ടേ വരൂ. വെളിച്ചെണ്ണ തെളിയില്ല ആയി വരണല്ലോ. ഈ ബാംഗ്ലൂരുകാരെ ഇനി വെളിച്ചെണ്ണയല്ലേ വയ്ക്കുന്നത്? പിന്നെന്തായിരിക്കും അവർക്ക് മറ്റേ കടുകെണ്ണയും മറ്റേ കടലെണ്ണയും സൺഫ്ലവർ ഓയിലും അതിലേക്കല്ലേ അവർ വയ്ക്കുക കൂടുതൽ. നമുക്ക് വെളിച്ചെണ്ണയിൽ വയ്ക്കാമല്ലോ. ഇനി ഞാൻ ഇത്തിരി കൂടി വെളിച്ചെണ്ണ ഒഴിക്കണ്ട കേട്ടാ. എനിക്കിങ്ങനെ വെളിച്ചെണ്ണ ഒഴിക്കണം ഇങ്ങനെ തോന്നിയിട്ട് പാടില്ല. വെളിച്ചെണ്ണ ഇനി കുറവ് തന്നെയായിരുന്നു. അപ്പം എന്താ മുന്നേ പറയാൻ? അല്ല, അത് ഞാൻ കുറച്ച് കഴിയുമ്പോൾ തെളിയെന്ന് വിചാരിച്ചു. അടിപൊളി കൂട്ടാട്ടാണ്. നമ്മുടെ കേരമീനില്ലേ, മറ്റേ നമ്മൾ ഞാൻ 4 നാളെ കണ്ടിട്ടില്ലേ, അത് ഈ കോഴി ചിക്കൻ വെക്കുന്ന പോലെ ഇങ്ങോട്ട് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റ്. അത്ര ഒരാൾ കമന്റ് ഇട്ടുണ്ടായിരുന്നു അങ്ങനെ ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ട്. നമ്മൾ മറ്റേ ചിക്കൻ റോസ്റ്റ് വെക്കുന്ന പോലെ വെക്കുന്നെന്ന്. ചെമ്മീനും കൂന്തളൊക്കെ നമ്മൾ ചെയ്യല്ലോ. ഇതിരി കുറയ്ക്കണ അടിയെ പിടിക്കണു. ഇതിലത്തെ മറ്റേ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഉണ്ടല്ലോ, അവരാണ് കാരണക്കാര്. അതെ. ഇനി അടുത്ത് നിന്നിട്ട് പരിപാടി ഇനൊന്നുമില്ല. ഇനി ഇത് വെളിച്ചെണ്ണ തെളിയുമ്പോ ചിക്കൻ ഇടൂലേ, വേവിക്കുക. തക്കാളി ഉണ്ടല്ലോ, തക്കാളി പിന്നെ മാത്രമല്ല അരയാൻ വേണ്ടി ഞാൻ ഇത്തിരി വെള്ളം ചേർത്തു എന്നിട്ടാണ് അരച്ചത്. ഈ ജാറായതുകൊണ്ടേ ഞാൻ അടി പിടിക്കുന്നു. അതന്നെ ഈ ഗ്യാസ് അടുപ്പിൻ്റെ തീ എന്ന് പറഞ്ഞാൽ ഇത്രയ്ക്ക് ഇതിലാണ് ശരിക്കും കത്ത. ആ സമയം നമ്മുടെ ഈ വിറകടുപ്പാണെങ്കിൽ നല്ല പോലെ പരന്ന് കിട്ടും. നോൺ സ്റ്റിക്ക് പാത്രമല്ലേ, അതിലാക്കണം. കുഴപ്പമുണ്ടാവില്ല. സെൻറ്ററിലാണ്ടാ അങ്ങനെ തന്നെ. മഴ പെയ്യുന്നില്ല ഇപ്പോൾ. ഇനി മഴ പെയ്ത് തീർന്നാലും മരം പെയ്യുന്നു കേട്ടിട്ടില്ലേ? പെയ്തു മണ്ണ് കുളിർത്തു അങ്ങനെ പാട്ടില്ലേ? അങ്ങനെ പാട്ടുണ്ടാ പാടിയ? ഇളക്കി അതിനാണ്ട് കൊണ്ട് ഇളക്കണതാവൂ ഇങ്ങനെ. അതെ. തീ കുറയ്ക്കട്ടെ? തീ കുറച്ചോ? അത് ആട്ടാണ്ട് ഇളക്കൂ. അത് സ്റ്റീലും മിനുസല്ല ചേട്ടാ, അതിങ്ങനെ പതുക്കെ പോവാ. ഒരു പാട്ട് കേട്ടിട്ടുണ്ട് സരിത? ഈ പാട്ട് മഴ പെയ്തു മണ്ണു കുളിർത്തു മല്ലീശ്വരൻ മനം കുളിർത്തു. കേട്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു പാട്ട്. ഹൃദയ സരസിലേ കളകം ലജ്ജാവതി 1979 ജയചന്ദ്രൻ പാടിയിട്ടുള്ള പാട്ടാണ് ലജ്ജാവതിയെ. അത് കേട്ടിട്ടുണ്ട്. നിങ്ങളൊക്കെ കോളേജ് പഠിക്കുമ്പോൾ ആ പാട്ടല്ലേ? അല്ല, നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടാണ് ആ പാട്ട്. അതെ. എന്നിട്ട് അപ്പം ഇറങ്ങിയ പാടാ കല്യാണം കഴിഞ്ഞ ശേഷം.
ജില്ലയിലെ ജില്ലയിലെ അയ്യോ സിനിമ തിയേറ്ററിലൊക്കെ ആ പാട്ടിനെ സിനിമ തിയേറ്ററിലാ പുറത്തിറങ്ങിട്ട് പിള്ളേര് റോട്ടിൽ കൂടെ നടന്ന് കളിക്കായിരുന്നു കോളേജ് അതല്ല രാമദാസിലാന്നുകൊണ്ട് അയ്യോ എല്ലാവരും തിയേറ്ററിൽ ഡാൻസ് കളിക്കുക ആ നമ്മൾ കണ്ടിട്ടില്ലല്ലേ ഇല്ലില്ല ഞാൻ വന്നിട്ടില്ല അപ്പൊ നിനക്ക് ചേട്ടൻ പോയില്ല എന്നെ കൊണ്ടുപോയിട്ട് 2 പടങ്ങൾ കണ്ടിട്ടുണ്ട് എന്റെ അറിവിൽ ഒരു പടം ഉണ്ടായിരുന്നു സത്യം പറയും ആ സിനിമ എപ്പോഴും ഇറങ്ങിയ നോക്കിയാ നീ കല്യാണം കഴിക്കുന്നതിന് മുമ്പാണ് നോക്കട്ടെ ഇന്നത്തേക്കുള്ളതായി കല്യാണം കഴിക്കുന്നതിന് മുമ്പാണ് പടം ഇറങ്ങിയത് ഇത് ഇങ്ങനെ അടിയിലേ നമുക്കൊന്ന് വരണ്ടി എടുക്കാം വരണ്ട അല്ലെങ്കിൽ അടിയിൽ പിടിക്കും നോൺ സ്റ്റിക്കിലാണെങ്കിൽ ഇങ്ങനത്തെ കുഴപ്പമുണ്ടാവില്ല എൻ്റെ ഓർമ്മയിൽ അത് കല്യാണത്തിന് മുന്നിലുള്ള പടം 2002 തോന്നുന്നു ഫോർ ദി പീപ്പിൾ അല്ലേ ആ 2002 അല്ലേ 2004 നോക്ക് 2004 ഞാൻ പറഞ്ഞില്ലേ ആ നമ്മുടെ കല്യാണം 2003 കഴിഞ്ഞു 2004 ഇറങ്ങിയ പടം അത് ഇതപ്പോ ചേട്ടൻ രാമദാസിൽ കണ്ടിട്ടുണ്ടല്ലേ ഇതെപ്പോ പോയി രാമദാസിൽ എങ്ങനെയാ കണ്ടേക്കണെന്ന് അതാണ് ഞാനും ചോദിക്കുന്നത് രാമദാസിൽ പിള്ളേരുകളെ കോളേജ് പിള്ളേരുകളൊക്കെ കണ്ട എത്ര വർഷങ്ങൾക്ക് ശേഷം ഒരു സത്യം പുറത്തു വന്നു. മയിലാട്ടം എന്ന് പറഞ്ഞിട്ടൊരു സിനിമ കാണാൻ പോയത് എനിക്കറിയാം. അത് മറ്റേ നാലമ്പലം തൊഴാനാണോ അതോ മറ്റേ ഏതാ തിരുവൈരാണിക്കുളത്ത് നട തുറന്നില്ലേ അങ്ങനെ എന്തിട്ടോ ഒരു കാര്യത്തിന് ഞാനും സീമ ചേച്ചി പോയേക്കായിരുന്നു. അമ്മയും നമ്മുടെ അമ്മയുണ്ട് എൻ്റെ അമ്മയുണ്ട് ഞങ്ങളുടെ അവിടെ നിന്ന് ഒരു വണ്ടി പോകണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതിൽ നിന്ന് പോയതാ അതിൽ കൂടെ ഞായറാഴ്ചന് പോയത് അപ്പൊ എല്ലാവരും വൈകുന്നേരം വാറായപ്പോ സജീവനും ഇവരൊക്കെ കൂടിയിട്ട് എന്നിട്ട് വന്ന് വീണ്ടും ചേട്ടൻ സിനിമയ്ക്ക് പോയിക്കണം. അത് കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് നാളായിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു 3-4 ദേഷ്യം വന്നു എന്നെ കൊണ്ടുപോയിട്ട് സിനിമയ്ക്ക് പോയി. ഒരു പടം കൂടി ഇനി എത്ര പടങ്ങൾ അല്ലല്ല ഇത് നീയും പറഞ്ഞിട്ട് നീ പോയിട്ടുള്ളത് തോന്നുന്നു എന്റെ ഓർമ്മ. ഇല്ലില്ല ഞാൻ ടി വിയിൽ വന്നപ്പോഴാണ് സിനിമ. ഈ പാട്ടുകളൊക്കെ ഹിറ്റായി. ഞാൻ റോട്ടി കൂടെ പിള്ളേര് നടന്ന് ഡാൻസ് കളിച്ചു പോണ് കണ്ടിട്ടുണ്ട്. സിനിമ പാട്ടും പാടിയിട്ട് ഒരു നല്ലപോലെ മൂത്തു നല്ല മൊരിഞ്ഞ പോലെ മൊരിഞ്ഞിട്ടില്ല എന്നാൽ നല്ല ഒരു കൂട്ടായി മാറി. ഇനി ജനാർദ്ദനം പറഞ്ഞ പോലെ അപ്പ തട്ടണം ചിക്കൻ ഇതിലേക്ക്. ഇതിന്റെ വെള്ളടിയിൽ അത് വേണ്ട. ചിക്കൻ വലിയ കഷ്ണങ്ങളല്ലാട്ടാ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ആക്കിയിട്ടുണ്ട്. പിടിച്ചില്ല നീ വിട്ടോ നീ തോന്നി കോഴി ഇത്തിരി കൂടുതലാ തരുതാ വേണ്ടായിരുന്നു വെള്ളം അവിടെ വെച്ചോ. നീ ഇളക്കാട്ടെ നമുക്ക്. അതിപ്പോ കുഴപ്പമുണ്ടാവില്ല. ഇനി ഉപ്പ് ഇടണ്ട. ഉപ്പിടണം. എന്നാ ഇളക്കിട്ട് മതിയില്ലേ. ഇതിൽ വെള്ളം ഒഴിക്കാൻ പറഞ്ഞിട്ടുണ്ടാ? വെള്ളം ഒഴിക്കണം. നല്ല വേവിക്കണ്ടേ. ഉപ്പിട്. നീ ഉപ്പിട്ടിട്ട് വെള്ളം ഒഴിക്കണല്ലേ? വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിക്കി. തിളച്ച വെള്ളം വേണമെങ്കിൽ ഒഴിക്കാട്ടാ. അധികം വെള്ളം ഒഴിക്കണ ചിക്കനിൽ നിന്ന് ഇറങ്ങില്ലേ വെള്ളം? അല്ല എന്നാലും ഉരുളക്കിഴങ്ങ് ഇടുന്നതല്ലേ. 3/4 വേകുമ്പോഴല്ലേ ഉരുളക്കിഴങ്ങടാ. മതി. ആ ചേച്ചി കുക്കറിലാണ് ചെയ്യാന്നാ പറഞ്ഞേ. അപ്പൊ പെട്ടെന്നാവുമല്ലോ. ഇത്രയും ചെയ്തിട്ട് ചിക്കൻ അതിലിട്ട് 2 വിസിലടിച്ച സാധനം വെന്തു. ഇതിൽ ഉപ്പിട്. യെസ് നമ്മൾ ഉപ്പിടാൻ പോവാണ്. ഉപ്പ് ഇതുവരെ ഇട്ടിട്ടില്ല കേട്ടാ. ഇനി തീതിരി ഇതിൽ കത്തിക്കല്ലേ. ഉപ്പിട്ടു. ഇനി വെള്ളം പോരായാണെങ്കിൽ ഈ ചൂടുവെള്ളം ഒഴിക്കാല്ലേ. തിളപ്പിച്ച വെള്ളം മൂടി വയ്ക്കാല്ലേ. മൂടണം. ഇനി ഉരുളക്കിഴങ്ങ് ആവശ്യത്തിന് എടുക്കാട്ടാ. അയ്യോ ഇത് കഴുകി ഒഴിക്കാൻ ചേട്ടാ. അത് കഴുകി ഒഴിച്ചാ. ഈ അരപ്പിൻ്റെ ഈ മിക്സിയുടെ ജാറോടെ ഇരിക്കണില്ലേ അത് കഴുകി ഇത്തിരി വെള്ളം കയ്യിൽ ഒഴിക്കാട്ടാ. വെള്ളം ഇത്തിരി കുറവ് തന്നെയായിരിക്കട്ടാ. ഇനി വെള്ളം ഒഴിക്കണ. തീ കുറച്ച് വെച്ചു ചേട്ടാ. സ്വല്പം വെള്ളം ഒഴിക്കേണ്ടി വരും തോന്നുന്നല്ലേ. തീയേ കുറയ്ക്കാൻ തോന്നുന്നു. വലിപ്പമുള്ള പീസുകളാക്കാട്ടാ നമുക്ക്. ഇത് തുറന്നു വിട്ടാ. തുറന്നു ചാറ് പൊങ്ങുന്നുണ്ട് കണ്ടോ. അതിലത്തെ വെള്ളം ഇറങ്ങി. എന്നാലും അത്രയ്ക്കധികം വെള്ളം ഉണ്ടാവില്ല കേട്ടോ. സരിതാ ഇനി തീ നൈസായിട്ട് മതിയില്ലേ. ഇപ്പൊ കത്തണ പോലെ തന്നെ കത്തട്ടെ. വേവട്ടെ. അരച്ചതൊന്ന് വഴന്ന് വരാനായിട്ട് ഒരു ഇത്തിരി സമയം എടുക്കുന്നുള്ളൂ. അതാണ് ഈ കൂട്ടാൻ്റെ സമയം. വേറെ ഇതിന് സമയമൊന്നും പോവില്ല. ഞാനിതല്ല ഡാൻസിൻ്റെ ഏത് ഡാൻസ്?
ഡാൻസ് പഠിക്കാൻ പോയതാ. ഞങ്ങൾ ഡാൻസ് പഠിക്കാൻ പോട്ടാ. ആ ഡാൻസ് പഠിക്കണോടത്ത് അറിയാലോ, ഏത് ക്ലാസിക്കലല്ല കേട്ടാ, സിനിമാറ്റിക് മറ്റേ വെസ്റ്റേൺ ഡാൻസ്. അപ്പോൾ ഈ അറ്റം തൊട്ട് ആറ്റര ഹോളിൻ്റെ കണ്ണാടയാണ്. അപ്പോൾ ഇവിടെ നിന്നിട്ട് നമ്മൾ കണ്ണാടയിലേക്ക് നോക്കിയിട്ടാണ് നമ്മൾ കളിക്കുക. അപ്പോൾ ചേട്ടൻ കളിക്കണത് നോക്കിയ പെട്ടു. പിന്നെ നമുക്ക് കളിക്കാൻ പറ്റില്ല, ചിരിച്ച് നമ്മളവിടെ വീഴും. ഇവർക്ക് ജഗുവിന് സരിതിക്ക് ചിരിക്കാനല്ലോ ഞാൻ ചെയ്യണ്ടിട്ട് ഇല്ല, ഞാൻ അതിനാവശ്യത്തിക്ക് നോക്കാറില്ല. അവനും ഡാൻസ് പഠിപ്പിക്കുന്ന ചേക്കണ്ട് ഡെൽവി എന്ന് പറഞ്ഞിട്ട്, അവനും ചിരിക്കാനല്ലോ ചിരിച്ചിരിച്ച് ഒരു ബോധം പോലെയൊക്കെ. 4 ദിവസമായില്ല പോയി തുടങ്ങിട്ട്. കഴിഞ്ഞ തിങ്കളാഴ്ച തൊട്ട് പോയി, തിങ്കൾ ചൊവ്വ ബുധൻ പോയി, പിന്നെ വ്യാഴം വെള്ളിയും പോയില്ല. നേരം കിട്ടിയില്ല. നേരം കിട്ടാണ്ടൊന്നല്ല, വ്യാഴാഴ്ച ഭയങ്കര ഇടിവെട്ടും മഴ വന്നു. വെള്ളിയാഴ്ച ഇവിടെ കുറച്ച് ഗസ്റ്റുകൾ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് ആ സമയത്ത് പോകാൻ പറ്റില്ല, അവരവിടെ ആക്കിയിട്ട് നമുക്ക് പോകാൻ പറ്റില്ല. ഞങ്ങൾ 3 പേരും പോകണ്ടേ. ഞങ്ങൾ 3 പേര് തന്നെയുള്ളൂ ക്ലാസ്സിൽ വൈകുന്നേരം നേരത്ത്. ആ ബാച്ചിൽ രാത്രി 8 തൊട്ടാ കുരേച്ചിറയാ. അപ്പം എനിക്ക് ക്ലാസിക്കൽ പഠിക്കണം എന്നൊരാഗ്രഹമുണ്ട്. എനിക്ക് ഈ സാധനം പഠിക്കാനൊന്നും താല്പര്യമില്ല. ക്ലാസിക്കലല്ല, സെമി ക്ലാസിക്കൽ. സെമി ക്ലാസിക്കൽ മതി ഇപ്പം ഈ പ്രായത്തിൽ. ക്ലാസിക്കലൊന്നും വേവിൻ്റെ മുക്കാല ഒരു പകുതി കടം കൂടുതൽ വേണ്ടിട്ടാ ഉരുളക്കിഴങ്ങിട്ട് അറിയുണ്ടാവും. ഉപ്പ് നോക്കിയാട്ടെ, ഉപ്പ് ഇടേണ്ടി വരും. എരിവും എരിവ് നോക്കിയേ, എരിവ് ഇപ്പിണ്ട്. ഇനി ഉരുളക്കിഴങ്ങിട് ഇത് വേണ്ട. ലാസ്റ്റ് നമുക്ക് ഉരുളക്കിഴങ്ങ് കേട്ടോ. കുറച്ച് കുരുമുളക് പൊടി വേണേൽ ഇട്ട് കൊടുക്കാം, എരിവ് കുറവാണെങ്കിൽ. അയ്യോ, എൻ്റെ മൂക്ക് മതി തെറിച്ചു ചാറ്. ഇട്ടിട്ട് ഇളക്കാം. ഉപ്പിടാതെ എത്ര കൂടി ഉപ്പിട്ടോ. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉപ്പിനെ വലിച്ചെടുക്കും. മതി മതി. ഇനി മൂടിയിട്ട് കഴിക്കാം. ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് മൂടിയിട്ട് വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലേ. സാധനം നല്ല ടേസ്റ്റുള്ള സാധനം കഴിക്കട്ടാ. ഇത് വെച്ചിട്ടില്ലേ, ഇതെന്തെങ്കിലും ചെരിഞ്ഞേ പറവല പകുതി ചിക്കെടുത്ത് വെച്ചാൽ മതിയായിരുന്നു അല്ലേ. ഇത് കഴിയും. അടിപൊളി സാധനമല്ലേ, കണ്ടറിയാം. മൂടി വെച്ചോ, മൂടി വയ്ക്കട്ടാ. കഴിഞ്ഞു. ഇനി കാച്ചിലും കീച്ചിലൊന്നും ഇല്ലല്ലോ, ഒന്നുമില്ല. കഴിഞ്ഞു. സരിതോടനെ പറഞ്ഞു കൊടുത്തിട്ടുള്ളതേ കൃത്യമായിട്ട്. ഇത്രേ ഉള്ളൂ. ഈ സാധനം സെറ്റ് ആവട്ടെ. നമ്മളേ ഉരുളക്കിഴങ്ങിട്ട് ഒരു 10-12 മിനിറ്റ് ആയിട്ടാ. അപ്പോൾ ചാറൊക്കെ നന്നായി തെളിഞ്ഞ് വരുന്നുണ്ട്, ഇലൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് വേവാറായിട്ടില്ല എന്നുകൊണ്ടല്ലേ. ഈ ഉരുളക്കിഴങ്ങ് വേവണ കരന്നുള്ള ഉരുളക്കിഴങ്ങാവോ ഇതിപ്പോൾ ഇങ്ങനെയാണെങ്കിൽ കൊള്ളിയിട്ടിട്ട് വയ്ക്കാലല്ലേ. കോഴിയും കൊള്ളിയും കൊള്ളി. ഉരുളക്കിഴങ്ങ് വരെ ഇഷ്ടമുള്ള കഷ്ണം കായയോ ചേനയോ അത് പറ്റില്ല. അവര് കഷ്ണം ഇട്ടില്ലെങ്കിൽ വല്ല കുഴപ്പമുണ്ടാവും. കഷ്ണം ഇടുമ്പോഴതിൻ്റെ ഭംഗി. വെന്ത് കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ചാറ് കുറച്ച് വേണമെങ്കിൽ വറ്റിക്കാം, തുറന്നു വെച്ചിട്ട്. ഇല്ല, ചാറ് വറ്റിക്കണ്ട. ചാറ് വേണമല്ലേ. ചോറ് കൂട്ടാനും കൂട്ടിയിട്ട് ചോറ്, ചപ്പാത്തി, പൊറോട്ട, പിന്നെ ചേട്ടാ അപ്പം, പത്തിരി, അങ്ങനത്തെ കുറേ സാധനങ്ങൾക്ക്. അതല്ല, ഇത് കല്യാണങ്ങൾക്ക് വിൽക്കാം. പറ്റിയ കൂട്ടാനെ കല്യാണങ്ങൾക്ക്. ഈ മറ്റേ ഈ പത്തിരി ഇത്തിരിയൊക്കെ ഇങ്ങനെ പരിപാടികൾ നടക്കില്ലേ, അതിലേക്ക് പറ്റിയ കൂട്ടാനത്. നമ്മുടെ ഇത് എണ്ണയൊക്കെ തെളിഞ്ഞ് കുട്ടപ്പനായിട്ടുണ്ട് കേട്ടോ. ഞാൻ പിന്നെ ഉപ്പൊക്കെ നോക്കി, എരിവ് പാകം തന്നെയാണ്. എന്നാലും നമുക്ക് കറക്കുന്നതിന് മുമ്പ് ഒരു സ്വല്പം കുരുമുളക് അല്ല, ഒരു കുരുമുളകിൻ്റെ ഒരു പൊട്ട് ഇടാമല്ലോ. മസാല മസാല ഒരു സ്വല്പം ഇട്ടാം. ഗരം മസാലപ്പൊടി, ചിക്കൻ മസാലപ്പൊടി ഒക്കെ വേണമെങ്കിൽ ഇടാം കേട്ടോ. നമ്മൾ ഗരം മസാലപ്പൊടി ഈ നമുക്കത് ഓഫ് ചെയ്യാം. ഗരം മസാലപ്പൊടി ഒരു ലേശം ഇട്ട് കൊടുത്തു. ഇനി കുറച്ച് കുരുമുളക് പൊടി പേരിന് അത് മതി. ഇത്തിരി കുരുമുളക് പൊടി ഇല്ല. ഒരു നല്ല ടേസ്റ്റുള്ള മിക്സനും കുട്ടിയും ചോറിനായിരുന്നു അവർക്ക് കൊണ്ട് കൊടുക്കാം. ആയി നമുക്ക് കേട്ടോ. ഉപ്പൊക്കെ നോക്കിയില്ലേ ചേട്ടാ? ഉപ്പ് ഉണ്ട്. അപ്പോൾ നമ്മൾ അവർ ചോറിനാനിരിക്കുകയാണ്. അവർ ചോറിന് കഴിഞ്ഞാവോ? ചോറിന് കഴിഞ്ഞാ? അതെ. എന്തിട്ടാ കറി? കുറേ ഉണ്ടാ? പച്ചക്കറിയാണോ? അതെ, ചിക്കനും. ബാംഗ്ലൂർ വെപ്പാണ് കേട്ടാ. നോക്കി നോക്ക്. ചൂടുണ്ടാവും, നല്ല ചൂടുണ്ടാവും. ചൂടുണ്ടേ. അപ്പം എൻ്റെ കിണത്തിൽ പെട്ടുള്ള ആളുകൾ ഇഷ്ടം പോയി മനസ്സിലാക്കണ്ട. കൈ പൊള്ളിയാ അവന് കഴിയും. ഒന്ന് വെയിറ്റ് ചെയ്യട്ടാ, ഒന്ന് വെയിറ്റ് ചെയ്ത് ചൂടാറുന്ന വരെ. നെക്സ്റ്റിനും അവരും അത് ചൂടാറാൻ ഇരിക്കുകയാണ്. അപ്പം നമുക്ക് അത് കഴിച്ചിട്ട് നമുക്ക് അവരെ അഭിപ്രായം ചോദിക്കാം. ചേട്ടനത് നോക്കാനുള്ള ക്ഷമയില്ല.
ആ എനിക്ക് അതല്ല ക്ഷമയില്ലാണ്ടൊന്നുമല്ല, ഞാനത് എങ്ങനെയുണ്ടെന്ന് എനിക്കറിയണ്ടേ. അത് എടുക്കണ്ട അല്ലേ? അപ്പോൾ ചേട്ടന് ആവശ്യത്തിനെടുത്തോ, എനിക്കായാലും ചൂടാറുണ്ടേ. ആണോ? സുജിതയ്ക്ക് ചോറ് കൊടുക്കട്ടെ. ആ കഴിഞ്ഞു. ഉരുളക്കിഴങ്ങ് ഇതിൽ ചോറിൽ ഉടച്ചുകൊണ്ട് തിന്നണം സരിത. എന്നിട്ട് ചാർന്നോട്ടെ, കുഴപ്പമില്ല, നല്ല രസമല്ലേ? ചാറ് രസമുണ്ട്, കഷ്ണം നോട്ടെ. എരിവ് പാകം. കല്യാണങ്ങൾക്ക് പറ്റി കൂടാനാട്ടത് അല്ലേ? അല്ല, നമുക്ക് ഗ്രേവി ടൈപ്പ് വേണമെന്നുണ്ടെങ്കിലേ ഇപ്പോൾ വെള്ളയപ്പം, പത്തിരി, ചപ്പാത്തി, പൊറോട്ട അങ്ങനത്തേലൊക്കെ ഗ്രേവി ടൈപ്പ് ഉണ്ടാക്കണമെങ്കിൽ ഇതുപോലെ ചെയ്യാം. ചാറ് നല്ല കുറുകുറുന്നിരിക്കുക, നാളികേരം ഒക്കെ ചേർക്കണ്ടല്ലോ, അതുകൊണ്ട് കണ്ട ഗ്രേവി നല്ല തിക്കായിട്ടിരിക്കും. ഗ്രേവി തന്നെ കഴിക്കാൻ നല്ല രസമുണ്ട്. ചിക്കൻ അടിപൊളിയാണ്, ചൂടാണ് പ്രശ്നം. ഉരുളൻകിഴങ്ങ് തിന്നാൻ രസമുണ്ട്. ചേച്ചി പറഞ്ഞാൽ ഉരുളൻകിഴങ്ങ് എടുത്ത് തിന്നാൻ തന്നെ നല്ല രസമാണ്. അപ്പം അടിപൊളിയാണ് കേട്ടോ. ഞങ്ങൾ ചോറിനട്ടെ, സുജിതയ്ക്ക് ചോറ് കൊടുക്കട്ടെ. സുജിത ഇപ്പം തരാം കേട്ടോ. ഇനി സുജിത ചേച്ചിയുടെ അഭിപ്രായം പറയും. അതന്നെ. അപ്പം നമുക്കിത് പറഞ്ഞു തന്നാൽ ജയശ്രീയോട് ഞങ്ങളെ ബാക്കി അവളെ പറയണ. ഞങ്ങൾക്കിത് പറഞ്ഞു തന്നാന്ന് ചേട്ടൻ പറഞ്ഞപ്പോൾ അവളവിടെ നിന്ന് ആ ചേച്ചിക്ക് നന്ദിന്ന്. അവിടെ കഴിച്ചു തുടങ്ങിയാ? എങ്ങനെയുണ്ട്? അല്ലേ? അപ്പൊ ഓക്കെ, അപ്പൊ സമാധാനമായിട്ട് കഴിച്ചു. ഞങ്ങളിവിടെ നിന്ന് ശല്യം ചെയ്യണില്ല. ഓക്കെ. നിന്റെ പേരെന്താ? നിരഞ്ജൻ. നിരഞ്ജന് എങ്ങനെ കൃത്യമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞോട്ടാ. ഓല്ലേ? അപ്പം നിരഞ്ജനും ഇഷ്ടപ്പെട്ടു, നിക്സനും ഇഷ്ടപ്പെട്ടു. അത് മതി. ഇനി നമുക്ക് സുജിതയുടെ അഭിപ്രായം ചോദിക്കാം. അവൾ കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയട്ടെ. ഞങ്ങളുടെ അഭിപ്രായം മുന്നേ പറഞ്ഞു. ബാക്കിയുള്ളവർ പറയുമ്പോഴല്ലേ, ഞങ്ങൾ ചിലപ്പോൾ ഒക്കെ ടേസ്റ്റ് ഉണ്ടെന്ന് തന്നെയല്ലേ പറയുള്ളൂ. പാവം കാമറി വയസ്സായാലും അവള് അത് പിടിക്കണല്ലേ. കഴിഞ്ഞ വർഷപ്പെട്ടില്ല ഒന്നും പിടിച്ചാൽ ഞാൻ നീ പിടിക്കുകയാണെന്ന് ഞാൻ പറയാം. അയ്യോ പോയി ഞാൻ ഇട്ട് കൊടുത്ത് ശരിയായിരിക്കും. നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് കഴിക്കണം ഇങ്ങനെ. അതെ, കോഴിയിറച്ചി കഴിച്ചിട്ടില്ല? അല്ല, കടുക് പൊട്ടിച്ചിട്ടൊന്നും കഴിച്ചിട്ടില്ല. കടുക് പൊട്ടിച്ചിട്ട് കോഴിയിറച്ചി കഴിച്ചിട്ടില്ല അല്ലേ? അപ്പം ഇന്ന് കഴിച്ചോ? സുജിത ഇന്ന് കഴിക്കട്ടെ. അപ്പൊ ശരി.